Hello my dear students. എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ കീം എക്സാം ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ കീം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം റൊസാരിയോ, ഫാക്കൽറ്റി ഓഫ് ഫിസിക്സ്, പ്രസിഡൻസി എൻട്രൻസ് അക്കാഡമി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. An electron of mass me and a proton of mass mp are accelerated through the same potential. Then the ratio of their de Broglie wavelength are. Okay, so de Broglie wavelength ന്റെ എക്സ്പ്രഷൻ നമുക്കറിയണം. എന്താണ് de Broglie wavelength? The matter waves. അതാണ് നമുക്ക് de Broglie waves നമുക്കറിയാം. So we have the general expression for lambda as h by p. De Broglie wavelength lambda is equal to h by p. h Planck's constant ആണ്, p എന്ന് പറഞ്ഞ മൊമെൻ്റ് ആണ്. അപ്പോൾ വെറുതെ നമുക്കൊരു റിവിഷനും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യാവുന്ന പോലെ ആ ചാപ്റ്ററിൻ്റെ എൻ്റെ കണ്ടൻറ്റ് എടുക്കുന്നത് ഇതാണ്. അതായത് h by p, p ഈസ് മൊമെൻറ്റത്തിൻ്റെ ഒരു എക്സ്പ്രഷനും കൂടി നമുക്ക് എഴുതാം അല്ലേ, h by mv, p ഈസ് ഈക്വൽ ടു mv. ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് മൊമെൻറ്റം തരാണെന്നുണ്ടെങ്കിൽ എച്ച് ബൈ പി നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ല, തിരിച്ച് നിങ്ങൾക്ക് കൈനറ്റിക് എനർജി, പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ √2 m ഇൻറ്റു കെ, വെർ കെ ഈസ് ദ കൈനറ്റിക് എനർജി. ഇനി അതുമല്ല, ഇനി നിങ്ങൾക്ക് പൊട്ടൻഷ്യലാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ദ പാർട്ടിക്കിൾ ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ. അങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഹൗ വിൽ യു ഫൈൻഡ് ലാംഡ? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ √2 MEV. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കമ്പാരിസൺ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വോൾട്ടേജ് പർട്ടിക്കുലർ വോൾട്ടിൽ കൂടി ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ വി ഹാവ് ടു യൂസ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ ഫോർ കമ്പാരിസൺ. So now let us find എന്താണ് ലാംഡ പി, എന്താണ് ലാംഡ ഓഫ് പ്രോട്ടോൺ, അതായത് de Broglie wavelength associated with പ്രോട്ടോൺ എന്തായിരിക്കും? h by √2 m into proton into charge of a proton into voltage. And also what about lambda of electron? It is equal to h by √2 me into E into V. ഓക്കെ, ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് we are asked to find the ratio of their de Broglie wavelength. അതായത് അപ്പോൾ നമ്മൾ ആദ്യം നിന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആദ്യത്തെ പാർട്ടിക്കിൾ ഏതാണ് അവർ തന്നിട്ടുള്ളതാണ്. സോ they are provided mass of an electron and proton. So we have to take the ratio lambda E by lambda P. So it's lambda E by lambda P. ലാംഡ ഇ എന്ത് വരും? ഇറ്റ്സ് എച്ച് ബൈ √2 m ഓഫ് ഇ ഇൻറ്റു ഇ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എച്ച് ബൈ √2 ഇൻറ്റു m ഇൻറ്റു പി ഇൻറ്റു ഇ ഇൻറ്റു വി. സോ ഇതിലെല്ലാം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, എച്ച് കോൺസ്റ്റൻ്റ് ആണ്, 2 കോൺസ്റ്റൻ്റ്, മാസ് ഓഫ് ഇലക്ട്രോണും പ്രോട്ടോണും വ്യത്യാസമുണ്ട്. ആൻഡ് ചാർജ് ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആണ്, വി ഒക്കെ സെയിം വോൾട്ടാണെന്ന് തന്നിട്ടുണ്ട്. സോ ആകെ കൂടി വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് മാത്രമേ നമ്മൾക്ക് കമ്പാരിസൺ എടുക്കേണ്ടതുള്ളൂ. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ദാറ്റ് വി ഹാവ് ടു യൂസ് ഫോർ സോൾവിങ് പ്രോബ്ലംസ്. എന്താണ്, നമ്മൾക്ക് ഒരു ഇക്വേഷൻ ഇങ്ങനെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പാരിസൺ വരാണെങ്കിൽ വാരി ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് മാത്രം നമ്മളിവിടെ എഴുതിയാൽ മതി, എല്ലാം വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയും മിനിമം സ്റ്റെപ്സിൽ കൂടി എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതൊക്കെ അറ്റൻഡ് ചെയ്യണ്ടേ? അറ്റൻഡ് ചെയ്യണേലാണ് നമ്മുടെ മിടുക്കിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നല്ല ഭംഗിയിലൊക്കെ എഴുതി വരുമ്പോഴത്തേനും സമയം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് ആൻഡ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി അവർ മോട്ടോ. ഓക്കെ, സോ നൗ ലെറ്റ്സ് കമ്പയർ ദിസ്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ വി ഹാവ് ജനറലി നമുക്ക് എന്ത് എഴുതാം? ലാംഡ ഇ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു
root ME. അതുപോലെ lambda P is inversely proportional to 1 by root MP. So we'll be getting lambda E by lambda P is equal to root of MP by ME. So from the option, the answer is option തന്നിട്ടുണ്ട് and the answer is MP by ME. Option E ആണ് correct answer. Okay. Next question. The ratio of the surface area of the nuclei of tellurium 12552 to that of aluminium 2713 is. I repeat the question. The ratio of the surface area of the nuclei of tellurium and aluminium. ഇതെങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്? ആറ്റമിക് ന്യൂക്ലിയർ ഫിസിക്സിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്യേണ്ടത്. അതായത് ഒരു ന്യൂക്ലൈഡ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ന്യൂക്ലൈഡിൻ്റെ വോള്യൂം റേഡിയസും കണ്ടുപിടിക്കുക? നമുക്കറിയാം ന്യൂക്ലൈഡ്സ് ഒക്കെ സ്ഫിയർ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. സോ വി ഹാവ് ദ വോള്യൂം 4/3 πr³. അപ്പോൾ അതും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. വി ഹാവ് ദ റിലേഷൻ. എന്താണ് റേഡിയസും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ? വി ഹാവ് R is equal to nuclear radius R is equal to R0 into A raised to 1/3. A raised to 1/3. ഏതൊരു ന്യൂക്ലൈഡിൻ്റെയും റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. വേർ R0 is known as nuclear unit radius and its value is 1.2 Fermi. ഓക്കെ. ഇനി എ എന്ന് പറയുന്നത് നമ്മുടെ മാസ് നമ്പറാണ്. മാസ് നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഫൈൻഡ് എന്താണ് നമുക്ക് ടെലൂറിയം അലൂമിനിയത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ഹാവ് ടെലൂറിയം 12552 ആൻഡ് അലൂമിനിയം 2713. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടെലൂറിയത്തിൻ്റെ മാസ് നമ്പർ എ എത്രയാണ്? എ ഓഫ് ടെലൂറിയം ഈസ് 125. ആൻഡ് വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് അലൂമിനിയം? അലൂമിനിയത്തിൻ്റെ മാസ് നമ്പർ AL എന്ന് ഞാൻ കൊടുക്കാൻ പോവാണ്. ആൻഡ് ഇറ്റ് ഈസ് 27. സോ ക്യൂബ് റൂട്ടിൻ്റെ ടേംസിൽ എഴുതാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 5 ക്യൂബ് ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 3 ക്യൂബ്. കാരണം എന്താ? 5 ക്യൂബ് 125 ആണ്. 27 എന്ന് പറയുന്നത് 3യുടെ ക്യൂബാണ്. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആദ്യം തന്നെ നമുക്ക് റേഡിയസ് റേഷ്യോ കണ്ടുപിടിക്കാം. റേഡിയസ് R ഓഫ് ആദ്യം ടെലൂറിയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. സോ വി വിൽ റൈറ്റ് ദ ടെലൂറിയം ഫസ്റ്റ്. RTE by RAL എന്തായിരിക്കും? ഇറ്റ്സ് ഈക്വൽ ടു R0 ഇൻറ്റു A ഓഫ് ടെലൂറിയം ഹോൾ റേസ് ടു 1/3 ബൈ R0 ഇൻറ്റു A ഓഫ് AL ഹോൾ റേസ് ടു 1/3. R0 ക്യാൻസൽ ചെയ്ത് പോയി. So what is A of tellurium? It's 5 cube by 3 cube whole raised to 1/3. So the answer is 5/3. So ഇതാണ് നമ്മുടെ റേഡിയസ് റേഷ്യോ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് അറിയേണ്ടത് സർഫസ് ഏരിയ ആണ്. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ? സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ is equal to 4πr². So surface area of tellurium by surface area of aluminium is equal to RT whole square by RAL whole square. What is radius of tellurium? It's 5 square. By aluminium it's 3 square. So we will be having 25/9. The ratio is surface area of tellurium is to surface area of aluminium is equal to 25:9. The answer is 25:9. The answer is dog. Moving on to the next question. The pitch and the number of circular scale divisions in a screw gauge with least count 0.02 millimeter are respectively. ഇതൊരു നല്ല പ്രോബ്ലമാണ്. വേറെ ഒന്നുമല്ല, ലീസ്റ്റ് കൗണ്ട് തന്നിട്ട് നമ്മളോട് പിച്ചും സർക്കുലർ സ്കെയിൽ ഡിവിഷൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതെങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുക. വി ഹാവ് ദ എക്സ്പ്രഷൻ ഫോർ ലീസ്റ്റ് കൗണ്ട് ആസ്
value of 1 MSD by total number of divisions on VSR. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് സർക്കുലർ സ്കെയിലാണ്. സോ വി ഹാവ് HSR എന്ന് എഴുതാം, ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് ഹെഡ് സ്കെയിൽ. ഇതാണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട് വരുന്നത്. ഇതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് 0.02 millimeter. സോ മോസ്റ്റ് പ്രോബബ്ലി അവർ MSD വിൽ ബി ഇൻ millimeters. ഓക്കെ, സോ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? 0.02 പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. 0.2 വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് 1/5. 1/5 വരുമ്പോൾ 0.2 വരും. 0.02 വരണമെന്നുണ്ടെങ്കിൽ 50. സോ വി ഹാവ് 1 millimeterനെ 50 ഡിവിഷൻസ് ആക്കി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ we will be getting our least count as 0.2 millimeter. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 1 MSDയുടെ വാല്യൂ ഇറ്റ്സ് 1 millimeter ആൻഡ് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ HSR ഡിവിഷൻസ് എത്രയാണ് വരുന്നത്? ഇറ്റ്സ് 50. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ്സ് 1 millimeter and 50. സോ ദ ആൻസർ ഈസ് ക്യാറ്റ് സി, ഓപ്ഷൻ സി. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1 millimeterഉം 100ഉം ആണ് തന്നിട്ടുള്ളത്. 1 millimeterഉം 100 തന്നു കഴിഞ്ഞാൽ 1/100 0.02 അല്ല. ഇനി 1 millimeterഉം 200 തന്നാലും നമ്മുടെ ലീസ്റ്റ് കൗണ്ട് 0.02 അല്ല. പിന്നെ 0.5 millimeter 50 millimeter അഗെയിൻ അല്ല. 0.5 millimeter ആൻഡ് 100 വന്നാൽ 2 വരുമെങ്കിലും പോയിന്റ് കറക്റ്റ് ആവില്ല. So C, 1 millimeter and 50 divisions is our correct answer. Next question. In a simple pendulum experiment, the maximum percentage error in the measurement of length is 2% and that in the observation of time period is 3%. Then the maximum percentage error in the determination of acceleration due to gravity. ഓക്കെ, സോ നമ്മളോട് ലെങ്ത്തിലത്തെ എററും തന്നിട്ടുണ്ട്, ടൈം പീരീഡിലത്തെ എററും തന്നിട്ടുണ്ട്. ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജിയുടെ എറർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ ലെറ്റ് us write the equation for the time period of a simple pendulum. എന്താണ് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ? ടൈം പീരീഡ് T is equal to 2π√L/G അല്ലേ? നമുക്ക് ജിയിലത്തെ എററാണ് കാണേണ്ടത്. സോ വി ഹാവ് ടു ടേക്ക് ജി ഔട്ട്സൈഡ്. ഫോർ ദാറ്റ് ഐ എം സ്ക്വയറിംഗ് ദ ഇക്വേഷൻ. സോ വി വിൽ ബി ഗെറ്റിംഗ് T² = 4π². റൂട്ട് വേണ്ടാലോ, പിന്നെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോയി കിട്ടും. സോ വി വിൽ ബി ഹാവിംഗ് L/G. Now take G outside. So we will be having G is equal to 4π² into L/T². Now നമുക്ക് ഓരോ ക്വാണ്ടിറ്റിയിലത്തെയും റിലേറ്റീവ് എറർ ദെൻ ദ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാം. How will we write the percentage error? Now the percentage error in G is delta G/G into 100. 4π² constant ആണ്. Let's avoid it. So by L, the maximum possible error during division എത്രയാണ്? Delta L/L into 100 plus ടിയിലത്തെ എറർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? സ്ക്വയർ ഉള്ളതുകൊണ്ട് 2 into delta T/T into 100. So we have delta L/L into 100 plus 2 into delta T/T into 100. Now we are provided with the percentage error in L and T. So percentage error in L എത്രയാണ്? It's 2%. And percentage error in time period T is 3%. So substitute the percentage error. അപ്പോൾ എന്ത് വരും നമുക്ക്? We have 2% plus 2 into 3%. So we will be having 2 plus 6%. That is 8% is the correct answer for the percentage error in acceleration due to gravity. Moving on to the next question. If a body of mass small m has to be taken from the surface of earth to a height h equal to capital R,
then the amount of energy required. ഞാൻ ഒന്നുകൂടി വായിക്കാം. If a body of mass m has to be taken from the surface of earth to height h equal to capital R, then the amount of energy required. അതായത് m മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം? കുറച്ചും കൂടിയും ഹൈറ്റിലേക്ക് കയറ്റിക്കൊണ്ട് പോകണം. എത്ര ഹൈറ്റ്? എർത്തിൻ്റെ അതേ എർത്തിൻ്റെ റേഡിയസിൻ്റെ അത്ര തന്നെ ഹൈറ്റ് നമ്മൾക്ക് ഇനിയും കൂട്ടണം. അത്ര ഹൈറ്റിൽ പോകുമ്പോൾ ഉള്ള പാർട്ടിക്കിളിൻ്റെ എനർജിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കതൊന്ന് നോക്കാം അല്ലേ, എങ്ങനെയാണെന്ന് ചെയ്യാം. സോ ജനറലി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയണം. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി is equal to minus g into capital M into small m by R. This is the expression for gravitational potential energy on the surface of earth. m മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ സർഫസിൽ വെക്കുകയാണെങ്കിൽ ഉള്ള എനർജിയാണ് gmm/r. ഇനി ഇതിനെ നമുക്ക് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം? നമ്മുടെ ഇനീഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സർഫസ് ആയിരുന്നു. സോ ജി പി ഇ ഇനീഷ്യൽ എന്ന് പറയുന്നത് -gmm/r ആണ്. ഇനി ജി പി ഇ ഫൈനൽ എന്ത് വരാം? ട്വൈസ് ആർ, ഒരു ആറും കൂടി ഹൈറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. സോ ദ എക്സ്പ്രഷൻ ഈസ് -gmm/2r. -gmm/2r. ഇനി നമുക്ക് എന്താണ്? നമ്മൾക്ക് ഓൾറെഡി സർഫസിലാണ്, അതിനെ 6 ഹൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ രണ്ട് പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് കിട്ടും. സോ എനർജി റിക്വയർഡ് എത്രയായിരിക്കും? എനർജി റിക്വയർഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഈക്വൽ ടു GPE ഫൈനൽ മൈനസ് GPE ഇനീഷ്യൽ. ഫൈനൽ എത്രയായിരുന്നു? -gmm/2r മൈനസ് ഓഫ് മൈനസ് g ഇൻറ്റു ക്യാപിറ്റൽ M ബൈ സ്മോൾ. ഓക്കെ, സോ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഒരു gmm/r പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് -1/2 + 1. സോ അവർ ആൻസർ ഈസ് g ഇൻറ്റു ക്യാപിറ്റൽ M ഇൻറ്റു സ്മോൾ m ബൈ 2r ആണ് നമ്മുടെ എന്ത് റിക്വയർഡ് എനർജി വരുന്നത്. അപ്പോൾ ഞാൻ എക്സ്പ്രഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എൻ്റെ ഓപ്ഷനിൽ തന്നിട്ടില്ല. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. സോ അതിനു വേണ്ടി ഞാൻ ചെറിയൊരു എന്താ പറയുക മിനുക്കുപണി ഈ ഇക്വേഷനിൽ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് gmm/2r ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ ഉദ്ദേശിക്കുകയാണ്. എൻ്റെ സ്പ്ലിറ്റിംഗ് വരുന്നത് ഞാൻ gm എഴുതി കഴിഞ്ഞിട്ട് ഒരു r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം തന്നെ ഞാനൊരു r² കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പം തന്നെ ഞാനൊരു r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ എന്താ ഉള്ളത്? എനിക്ക് ഇവിടെ ഒരു സ്മോൾ എമ്മും ബാക്കിയുണ്ട്. സോ വി ഹാവ് സ്മോൾ m ഓവർ ഹിയർ ആൻഡ് 2r ഹിയർ. യെസ്, ഓക്കെ. സോ വാട്ട് ഈസ് യുവർ gm/r²? gm/r² എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ g ഇൻറ്റു r² ഇൻറ്റു m/2r. എന്ത് വരും? ഈ r²ഉം 2rലത്തെ ആറും വെട്ടിപ്പോയി. സോ വിൽ ബി ഹാവിങ് ദ എക്സ്പ്രഷൻ mgr/2. So the answer is mgr/2 and the option is given. The answer is option C for cat. ഇനി നമുക്ക് തെർമോഡൈനാമിക്സിലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. A Carnot engine operating between temperatures T1 and T2 has efficiency 0.2. When T2 is reduced by 50 Kelvin, its efficiency increases to 0.4. Then T1 and T2 are respectively. നമ്മളോട് T1ഉം T2ഉം കണ്ടുപിടിക്കാൻ, അതായത് സോഴ്സ് ടെമ്പറേച്ചറും സിങ്ക് ടെമ്പറേച്ചറും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 2 കേസുകൾ തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എൻജിൻ? കാർനോട്ട് എൻജിൻ എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു T1 മൈനസ് T2/T1 ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ T1 എത്രയാണെന്ന് നമുക്കറിയില്ല, T2 എത്രയാണെന്ന് അറിയില്ല.
ഒരു പെർട്ടിക്കുലർ T1ലും T2ലും ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് 0.2 ആയിട്ട് കിട്ടി. ഇനി നമ്മളൊരു ചെറിയ മാറ്റം വരുത്താണ്. എന്താണ് T2 റെഡ്യൂസ്ഡ് ബൈ 50. സോ നമ്മുടെ പുതിയ T2 എന്ന് പറയുന്നത് എന്താണ് T2 ഡാഷ് എന്ന് കൊടുക്കാം. T2 ഡാഷ് ഇസ് ഈക്വൽ ടു T2 മൈനസ് 50 കെൽവിൻ ആണ്. സോ അത് നമുക്ക് ഒരു പുതിയ എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ടതായിട്ട് വരാണ്. സോ എഫിഷ്യൻസി ഇതിന് 𝜂1 എന്ന് കൊടുക്കാം. 𝜂2 ഇസ് ഈക്വൽ ടു T1 മൈനസ് T2 മൈനസ് 50 ബൈ T1 ഈക്വൽ ടു 0.4. അപ്പോൾ നമുക്ക് എക്സ്പാൻഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. സോ വി ഹാവ് എന്താണ് T1 മൈനസ് T2 പ്ലസ് 50 മൈനസ് ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ബൈ T1. ഇനി ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? T1 മൈനസ് T2 ബൈ T1 ഒരുമിച്ച് എഴുതാം. 50 ബൈ T1 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ വി ഹാവ് T1 മൈനസ് T2 ബൈ T1 പ്ലസ് 50 ബൈ T1 equal to 0.4. Now T1 minus T2 by T1 എത്രയാണെന്ന് അറിയാം നമുക്ക്? It's 0.2. അപ്പോൾ നമുക്ക് ഇവിടെ 0.2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we'll be having 0.2 plus 50 by T1 equal to 0.4. So 50 by T1 എത്രയാണ്? 0.4 minus 0.2. So the answer is 0.2. So what is your T1? T1 is equal to 50 by 0.2. 50 by 0.2 എത്ര വരാ? It's 500 by 2. 250. So the T1 temperature 250 Kelvin ആണെന്ന് കിട്ടി. Now let us find out T2. T2 ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. T2 എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? We have T1 minus T2 by T1 equal to 0.2. T1 250 ആണെന്ന് കിട്ടി. So we have 250 minus T2 by 250 equal to 0.2. So what is T2? We have 250 minus T2 is equal to 2 into 0.2 into 250 which is equal to എത്രയാണ് വരാ? 50 which is equal to 50. So ഇതിൽ നിന്ന് rearrange ചെയ്യാം and we are getting our T2 as 250 minus 50 which is equal to 200 Kelvin. So we got T1 is equal to 250 Kelvin and T2 is equal to 200 Kelvin. 200 Kelvin. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ 200 150 ആണ് വരുന്നത്, ബി 250 200, C 300 250, D 300 200, E 300 150. So the correct option is option B, box 250 200 Kelvin. Moving on to the next question. A molecule of a gas has 6 degrees of freedom. Then the molar specific heat of the gas at constant volume is. അപ്പോൾ ഇത് കൈനറ്റിക് തിയറി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് തിയറി നമുക്കറിയാവുന്ന പോലെ എഞ്ചിനീയറിംഗ് എക്സാംസിന് പ്രത്യേകിച്ചും കീമിനൊക്കെ കൈനറ്റിക് തിയറി വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. അവിടുന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ കൈനറ്റിക് തിയറിയുടെ ഏറ്റവും അവസാന ഭാഗത്ത് നമുക്ക് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോള്യത്തിൻ്റെ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇഫ് വി ഹാവ് എഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, സി വി ഈസ് ഗിവൺ ബൈ സി വി ഈസ് ഈക്വൽ ടു എഫ് ബൈ 2r. F by 2r. Here F എത്രയാണ്? 6 degrees of freedom. So our CV value is 6 by 2r which is equal to 3r. The answer is 3r. The option E ആണ് correct answer വരിക കേട്ടോ. 6 degrees ഉണ്ടെങ്കിൽ we have CV. Yes, നമ്മളപ്പോൾ പറഞ്ഞു നിർത്തിയത് എന്താണ് നമ്മുടെ CV വാല്യൂ എന്നുള്ളതാണ്. നമുക്ക് 3r കിട്ടി എങ്കിലും നമുക്ക് നമ്മുടെ കൈനറ്റിക് തിയറിയുടെ ഒരു റിവിഷനും കൂടി ഇവിടെ ചെയ്യാം. നമുക്കറിയാം ടോട്ടൽ എനർജി അല്ല കൈനറ്റിക് എനർജിയാണ്, ടോട്ടൽ എനർജി പ്യുവർലി കൈനറ്റിക് ആയതുകൊണ്ട് ഇ ക്യാൻ ബി ഇക്വേറ്റഡ് ടു യു, ഇന്റേണൽ എനർജി. സോ ഇയുടെ എക്സ്പ്രഷൻ എഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുണ്ടെങ്കിൽ എഫ് ബൈ 2RT ആണ്. നമ്മുടെ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എങ്ങനെയാണ് കിട്ടുക? ഈ ഇനെ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ക്യാപിറ്റൽ ടി ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. വി ഹാവ് ടെമ്പറേച്ചർ ടി ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്.
So at constant volume, and we are getting ഇവിടുത്തെ T പോയി, so we are getting CV as F/2R. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ CP, Mayer's relation, CP minus CV equal to R. CP is equal to 1 plus F/2R, 1 plus F/2 into R. അതാണ് എന്ത് നമ്മുടെ CP value. And gamma is the ratio of specific heats, that is CP by CV. Gamma is equal to 1 plus 2 by F. General expression. അപ്പോൾ മിക്കപ്പോഴും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് എനർജി ചോദിക്കാം, ചിലപ്പോൾ സ്മോളർ സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് വോളിയം ചോദിക്കാം, കോൺസ്റ്റന്റ് പ്രഷർ ചോദിക്കാം, ആൻഡ് ഓൾസോ സംടൈംസ് ദ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ് 1 plus 2 by F. ഓക്കെ, ഇതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 3R ആണ്, ആൻഡ് ദ ഓപ്ഷൻ ഈസ് ഇ. Yes, moving on to the next question. If the differential equation for a simple harmonic motion is d square y by dt square plus 2y equal to 0, the time period of the motion. ഇത് നമ്മുടെ SHMലത്തെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും SHM കാണുമ്പോൾ ഓടിപ്പോവും, പക്ഷേ SHMൽ അത്ര ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല അത്. എങ്ങനെയാണ്, നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ക്വാണ്ടിറ്റീസും നമുക്ക് കിട്ടാവുന്നതാണ്. ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമ്മൾ SHMലത്തെ പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ. ഓക്കെ, സോ എനി SHM ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം. ഇൻ ടേംസ് ഓഫ് y ആണെങ്കിൽ d സ്ക്വയർ y ബൈ dt സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ y ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. സോ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇറ്റ്സ് d സ്ക്വയർ y ബൈ dt സ്ക്വയർ പ്ലസ് 2y ഈക്വൽ ടു 0 ആണ്. So comparing these two equations, we are getting omega square equal to 2. So what is your omega? Omega is equal to root 2. Now what is the relation between this is angular velocity omega, and what is the relation between time period and velocity? Angular frequency omega is equal to 2 pi by t. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം, 2 pi into nu, where frequency. Nu is the frequency and omega is the angular frequency. So this is the relation between time period, and we are asked for the time period. So time period t is equal to 2 pi by omega. So it's 2 pi by omega is root 2. So 2 can be split into root 2 into root 2. Pi whole divided by root 2. So root 2 get cancelled. So we got the time period as root 2 pi. So the answer is option A, root 2 pi. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. From a circular cardboard of uniform thickness and mass capital M, a square disc of maximum possible area is cut. If the moment of inertia of the square with the axis of rotation at the center and perpendicular to the plane of the disc is ma square by 6, the radius of the circular cardboard is. എന്താ അവർ പറഞ്ഞിട്ടുള്ളത്, ഒരു സർക്കുലർ കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു. ഈ സർക്കുലർ കാർഡ്ബോർഡിന്ന് എന്താണ് മാക്സിമം ഏരിയ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പം ഞാൻ സ്ക്വയർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇതാണ് എനിക്ക് മാക്സിമം ഏരിയ. ഇനി എന്താ, ഇഫ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സ്ക്വയർ വിത്ത് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അറ്റ് ദ സെന്റർ, ഇതാണ് സെന്റർ, ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ഡിസ്ക് ഈസ് ma square by 6, റേഡിയസ് ഓഫ് ദ സർക്കുലർ കാർഡ്ബോർഡ്. അപ്പോൾ ഞാൻ ഈ സർക്കുലർ കാർഡ്ബോർഡിൻ്റെ റേഡിയസ് ഇതാണ് എൻ്റെ സർക്കുലർ കാർഡ്ബോർഡിൻ്റെ റേഡിയസ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. അതിനെ ഞാൻ സ്മോൾ r എന്ന് ഡിനോട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി എനിക്ക് സ്ക്വയറിൻ്റെ ഒരു സൈഡ് എ ആണ്, ഒരു സൈഡ് എ ആണ്. അപ്പോൾ ഇത് സെൻറ്റർ ആയതുകൊണ്ട് ഈ സ്ക്വയറിൻ്റെ ഈ ഇത്ര ഭാഗം എന്തായിരിക്കും, ഇറ്റ്സ് a/2. ഇത് a/2, ഇതും a/2. സോ ഇത് സെൻറ്റർ ആയ കാരണം ഈ ഭാഗവും a/2 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. ഇൻ ദ ട്രയാങ്കിൾ, ഞാൻ ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കാൻ പോവാണ്. ഇറ്റ്സ് OAB. സോ ഇൻ ദ ട്രയാങ്കിൾ OAB എന്താ ഉള്ളത് നമുക്ക്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഒന്ന് ബേസും ഒന്ന് ഇത് എയും ഇത് a/2 ആണ്, ഈ സൈഡും a/2 ആയിരിക്കും.
സോ ട്രയാങ്കിൾ ഒ എ ബി ന്ന് ഒ ബി സ്ക്വയർ എന്താണെന്ന് നമുക്ക് എഴുതാം. ഒ ബി സ്ക്വയർ ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ, ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ ആർ സ്ക്വയർ പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ഇറ്റ്സ് എ ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് a square by 4 plus a square by 4. So what is it? It's equal to a square by 2. a square by 2. ഇനി നമുക്ക് റേഡിയസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. റേഡിയസ് ആർ. അപ്പോൾ ആർ സ്ക്വയർ നമുക്ക് എന്താണെന്ന് കിട്ടി? എ സ്ക്വയർ ബൈ 2 കിട്ടി. അപ്പോൾ ആർ എന്തായിരിക്കും? ഇറ്റ്സ് എ ബൈ റൂട്ട് 2. എ ബൈ റൂട്ട് 2. നമുക്ക് ഓപ്ഷൻ നോക്കാം. സോ വാട്ട് ആർ ദ ഓപ്ഷൻസ്? എ ബി. ഓപ്ഷൻ ബി ആണ് നമുക്ക് എ ബൈ റൂട്ട് 2 വന്നിട്ടുള്ളത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, എ ബൈ റൂട്ട് 2. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 particles of mass m and 2m have their position vectors as functions of time as r1 equal to t I cap minus t cube j plus 2t square k and r2 equal to t I cap plus t minus t cube j minus t square k. Okay, ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടേഴ്സ്. ഇത് റെസ്പെക്റ്റീവ്ലി, അതായത് R1 R2 ഇത് തന്നെയാണ്. സോ വേർ t is the time. Which one of the following graphs represent the path of the center of mass? സെൻറ്റർ ഓഫ് മാസിൻ്റെ പാത്ത് കണ്ടുപിടിക്കാൻ, അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ആറ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഹൗ വിൽ വി ഫൈൻഡ് ദ പാത്ത് ഓഫ് സെൻറ്റർ ഓഫ് മാസ്? ഇറ്റ്സ് ആർ സി എം. ആർ സി എം എന്ന് നമുക്ക് വിളിക്കാം. വെക്റ്റർ നൊട്ടേഷൻ കൊടുക്കാം. ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ടി വെച്ചിട്ടാണ് അതും നമുക്ക് എഴുതാൻ പറ്റുന്നത് അല്ലേ. സോ വി വിൽ ബി ഹാവിങ് ദ ഫോർമുല എന്താണ്? ആൻഡ് മാസ് m1 equal to m ആണെന്ന് തന്നിട്ടുണ്ട്, m2 equal to 2m എന്ന് തന്നിട്ടുണ്ട്. സോ വി ഹാവ് ദ ജനറൽ എക്സ്പ്രഷൻ m1 into r1 of t plus m2 into r2 of t whole divided by m1 plus m2. This is the expression for RCM, and substituting the values will be having m1 equal to m. അപ്പോൾ m എന്ന് കൊടുക്കാം. r1ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? t I cap minus t cube j cap plus 2t square k cap plus m2ന് പകരം എന്താണ്? 2m into what is your r2? It's t I cap minus t cube j cap minus t square k. Okay, whole divided by m1 is equal to m and m2 is equal to 2m. So in total we'll be having, ഇവിടെ ഒരു m ഉണ്ട്, mti ഉണ്ട്, ഇവിടെ ഒരു 2mti, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ we'll be having 3mt into I cap. And second term j's നോക്കാം നമുക്ക്. j caps നോക്കാം. It's minus t cube here and minus t cube here multiplied by 2m. Here it's 1m. So in total we will be having 3mt cube j cap. 3mt cube j cap. And the rest is 2t square k into m. And here 2mt square k. Here it's minus and it's plus. They will cancel each other and we'll be getting k cap. The magnitude of k cap is 0 whole divided by 3m. So 3m got cancelled throughout and our result is t I cap minus t cube j cap. ഇതാണ് നമ്മുടെ നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പാത്തായിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്ക്, ഐയുടെ കോമ്പോണൻറ്റ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ടി ആണ്, ജെ ക്യാപ്പിൻ്റെ ടി ക്യൂബാണ്. സോ നമ്മുടെ കർവ് എക്സ് ആക്സിസിൽ ലീനിയർ ആയിട്ടും വൈ ആക്സിസിൽ ടി ക്യൂബ് റേസ് ടു ടി ക്യൂബാണ് നമുക്ക് വേരിയേഷൻ വരുന്നത്. ആൻഡ് ഓൾസോ ജെക്ക് മൈനസ് ഉണ്ട്, സോ ഇറ്റ്സ് നെഗറ്റീവ് വൈ ആക്സിസ്. സോ ഇഫ് യു ഡ്രോ ദ ഗ്രാഫ് എങ്ങനെയായിരിക്കും? This is our positive x-axis, this is our positive y-axis, and we have to draw a negative y-axis since here it is negative. So x linear ആയിട്ട് vary ചെയ്യുമ്പോൾ y എങ്ങനെയായിരിക്കും നമുക്ക്
ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു y ക്യൂബ് ടേംസിലായിരിക്കും പോകുന്നുണ്ടാവുക. സോ വി ക്യാൻ ഡ്രോ ദ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ദിസ് ഇസ് ടി ക്യൂബ്, y പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് ഇങ്ങനെയാണ് പോവുക. മൈനസ് ടി ക്യൂബ് ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് y ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. സോ ദ ആൻസർ ഈസ് ഇ. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. 3 point charges 4q, capital Q and small q. 4 small q, 4 into small q, capital Q and small q are placed in a straight line of length capital L at points 0, L by 2 and L respectively. The net force on charge Q is 0. The value of capital Q, അതായത് net force on small charge Q, ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, Q is 0. അപ്പോൾ ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ Q എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. I repeat the question. 3 point charges 4q, capital Q and small q are placed in a straight line of length L, L by 2, L 0 and L by 2 respectively. The net force on the charge small q 0 ആണ്. The value of capital Q കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് വരയ്ക്കാം. സോ വി ഹാവ് ദ എക്സ്പ്രഷൻ എന്താണത്, ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ്സ് ക്യാപിറ്റൽ എൽ. അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇതിൻ്റെ പകുതിയിൽ ഒരു ചാർജ് ഉണ്ട്, പിന്നെ ഈ അറ്റത്തും ഒരു ചാർജ് ഉണ്ട്. ഇവിടെയുള്ള ചാർജ് 4q ആണ്, ഇവിടെയുള്ളത് ക്യാപിറ്റൽ Q ആണ്, ഇത് സ്മോൾ q ആണ്. ഇനി ഇവർ പറയുന്നത് എന്താണ്, സ്മോൾ ക്യൂവിൻ്റെ അവിടെയുള്ള ഫോഴ്സ് 0 ആണെന്നാണ് പറയുന്നത്. സോ ദ നെറ്റ് ഫോഴ്സ് ഓൺ ചാർജ് സ്മോൾ q ഈസ് 0. നൗ നമുക്കെന്ത്, അപ്പോൾ എന്താ നമുക്കിതിൽ പറയാൻ പറ്റുക, ഈ ക്യൂവിൻ്റെ അവിടെ 2 ഫോഴ്സുകളാണ് ഉണ്ടാവുക അല്ലേ. ഒന്ന് ഈ ക്യാപിറ്റൽ Q മൂലം ഈ സ്മോൾ ക്യൂവിലുള്ള ഒരു ഫോഴ്സ്, അതുപോലെ തന്നെ ഈ 4q മൂലം ഈ ക്യൂവിലുള്ള ഫോഴ്സ്. ഈ 2 ഫോഴ്സുകൾ എത്രയാണെന്ന് നമുക്ക് എഴുതാം. എന്നിട്ട് അതിൻ്റെ സം ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. ദാറ്റ്സ് അവർ എയിം. സോ ആദ്യത്തെ ഫോഴ്സ് ഞാൻ F1 ആയിട്ട് എടുക്കുകയാണ്. F1 ഞാൻ എടുക്കുന്നത് 4qവും ഈ ക്യൂവും തമ്മിലുള്ള ഫോഴ്സാണ്. സോ ഐ ഹാവ് എന്താണ് 1/4πε0 4q ഇൻറ്റു q ബൈ ലെങ്ത് എന്ന് പറയുന്നത് L². ഇനി രണ്ടാമത്തെ ഫോഴ്സ് ഇതും തമ്മിലുള്ള ഫോഴ്സാണ്, ഇറ്റ്സ് F2. F2 is equal to 1/4πε0 എന്താണ് ക്യാപിറ്റൽ Q ഇൻറ്റു സ്മോൾ q ബൈ L/2 ഹോൾ². പകുതിയിലല്ലേ Q ഇരിക്കുന്നത്, സോ ഇറ്റ്സ് L/2 ഹോൾ². ഇനി നമ്മളുടെ തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്, നെറ്റ് ഫോഴ്സ് ഓൺ Q ഈക്വൽ ടു 0 ആണ്. സോ F1 പ്ലസ് F2 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ നെറ്റ് ഫോഴ്സ് F1 പ്ലസ് F2 ഈക്വൽ ടു 0 കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ F1നും F2നും ആഡ് ചെയ്യണം. കാരണം ക്യൂവിലുള്ള 2 ഫോഴ്സുകൾ ആഡ് ചെയ്ത് 0 കിട്ടണം. സോ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1/4πε0 ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. 1/4πε0. പിന്നെ ബാക്കി ഉള്ളിലുള്ളത് എന്താണ്, 4 ഇൻറ്റു സ്മോൾ q² ബൈ L² പ്ലസ് എന്താ ഉള്ളത്, ക്യാപിറ്റൽ Q ഇൻറ്റു സ്മോൾ q ബൈ ഇവിടെ L² ബൈ 4 വരില്ല. അപ്പോൾ ഇവിടെ L² എഴുതിയ 4നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാണ്, 4. ഓക്കെ, ഈക്വൽ ടു 0. ഇത് 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്ത് കളയാം നമുക്ക്. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ഇക്വേഷൻ. സോ ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ. ഒരു 4നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം, L² പുറത്തേക്ക് എടുക്കാം, ഒരു സ്മോൾ ക്യൂകളെയും പുറത്തേക്ക് എടുക്കാം. സോ ഐ എം ടേക്കിംഗ് 4q ബൈ L² ഔട്ട്സൈഡ്. അപ്പോൾ എന്ത് വരും, നമുക്ക് ഇവിടെ ഒരു Q വരും അല്ലേ, പിന്നെന്താ വരാ, ഇവിടെ ഒരു ക്യാപിറ്റൽ Q വരും, ഈക്വൽ ടു 0. എഗെയിൻ ഈ ടേമിന് അപ്പുറത്ത് 0ക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേമും പോയി. സോ ബാക്കി നമുക്ക് എന്താ ഉള്ളത്, സ്മോൾ q ഈക്വൽ ടു -q. സോ നമ്മൾക്ക് ആവശ്യമുള്ളത് എന്താണ്, ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നേരെ തിരിച്ചെഴുതിയാൽ മതി കേട്ടോ. സോ ക്യാപിറ്റൽ Q is equal to -q. എന്താണ്, നമ്മൾക്ക് ഇവിടെ എത്രയാണോ ചാർജ് ഉള്ളത് അതിൻ്റെ മൈനസ് വാല്യൂ ഇവിടെ വെച്ച് കൊടുത്താലാണ് നമുക്ക് ആ Q എന്ന് പറയുന്ന പോയിന്റിൽ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് 0 ആവുള്ളൂ. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ ബോക്സ് ആണ് -q എന്ന് കൊടുത്തിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് ബി. Moving on to the next question. An electron is moving with a velocity 2 × 10⁶ meter per second along positive x direction.
in the uniform electric field of 8 into 10 raised to 7 volt per meter applied along positive y direction. The magnitude and direction of uniform magnetic field that will cause the electrons to move undeviated along its original path. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു ഇലക്ട്രോൺ എപ്പോഴാണ് അൺഡീവിയേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുക? വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽസ് ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് എന്ത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് അൺഡീവിയേറ്റഡ് ആയിട്ട് പോകുന്നത്. സോ നമുക്ക് ഈ കേസിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. സോ വി ആർ പ്രൊവൈഡഡ് വിത്ത് വെലോസിറ്റി. വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എന്താണ് 2 into 10 raised to 6 meter per second along x direction. So it's Vx. Okay. The uniform electric field തന്നിട്ടുണ്ട് is equal to 8 into 10 raised to 7 volt per meter തന്നിട്ടുണ്ട്. ഇത് y ഡയറക്ഷനിൽ. സോ വെലോസിറ്റി അലോങ് മൂവ്മെൻറ്റ് എക്സ് ഡയറക്ഷനിലും വെലോസിറ്റി y ഡയറക്ഷനിലുമാണ് നമുക്കുള്ളത്. നൗ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളിവിടെ പറഞ്ഞു എപ്പോഴാണ് ഇത് അൺഡീവിയേറ്റഡ് ആയിട്ട് പോവുക. സോ ഇലക്ട്രിക് ഫോഴ്സ് എഴുതി വയ്ക്കാം. ഇലക്ട്രിക് ഫോഴ്സ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോളുംസ് ലോ ആണ്, അതിനെ നമുക്ക് QE എന്ന് കൊടുക്കാം. F is equal to QE. അതാണ് എന്ത് നമ്മുടെ ഇലക്ട്രിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, ദാറ്റ് ഈസ് Q into V cross B QVB. പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. Vxും VA ഒക്കെ തന്നിട്ടുണ്ട്. QVB എന്ന് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. സോ ഇതിൽ നിന്ന് B എന്തായിരിക്കും? B is equal to Q ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ, അല്ലെങ്കിൽ QE by നിങ്ങൾ QV എന്ന് കൊടുക്കാം. സോ Q get cancelled, so it's E by V. Substituting the values of E by V, so we will be having 8 into 10 raised to 7 by 2 into 10 raised to 6. So the answer is 4 into 10 raised to 1, 40. 40 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. So the answer is 40 Tesla. The unit is Tesla. The unit is Tesla. So നമുക്ക് ഏതാണ് ഓപ്ഷൻ വരുന്നത്? So the option is എന്താണ്? 40 Tesla ഇൻ ഏത് ഡയറക്ഷനിലായിരിക്കും? V ക്രോസ് B അല്ലേ. Vx ആണ്, V ക്രോസ് അത് X ക്രോസ് Y, I ക്രോസ് J ആണ് വരിക, അപ്പോൾ K ആണ് വരിക. സോ ദ ആൻസർ ഈസ് അലോങ് ദ എന്തായിരിക്കും? നെഗറ്റീവ് എക്സ് ആക്സിസ്, സോറി നെഗറ്റീവ് Z ഡയറക്ഷൻ. കാരണം എന്താണ്? നമുക്ക് IJKയുടെ ക്രോസ് അറിയാം അല്ലേ. IJK, I ക്രോസ് J ആണെങ്കിൽ K വരും, J ക്രോസ് I ആണെങ്കിൽ മൈനസ് വരും. നമുക്ക് QE ഈക്വൽ ടു V ക്രോസ് B അല്ലേ വരുന്നത്, V ക്രോസ് B ആണ് വരുന്നത്. സോ ഇത് ക്രോസ് എടുത്തു കഴിയുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദ ആൻസർ അലോങ് നെഗറ്റീവ് Z ഡയറക്ഷൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ A. അപ്പോൾ ഇനി നമുക്ക് ഒപ്റ്റിക്സിലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രിസത്തിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം കേട്ടോ. എ പ്രിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റീരിയൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2. The angle of the prism is A. If the angle of minimum deviation is equal to the angle of prism, then the value of A കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ √2 ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ദ പ്രിസം ക്യാപിറ്റൽ A ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഒരു അഡീഷണൽ ഇൻഫോർമേഷനും കൂടി തന്നിട്ടുള്ളത് ഡീവിയേഷൻ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനെ പറ്റിയിട്ടാണ്. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനും A തന്നെയാണെന്ന് തന്നിട്ടുള്ളത്. So we have the general equation for refractive index mu is equal to sin A plus delta m by 2 by sin A by 2. A plus delta m by 2 എന്ന് പറയുമ്പോൾ delta m എന്താണ്? A തന്നെയാണ് അല്ലേ. So we can substitute A here. So we'll be having sin 2A by 2 by sin A by 2. 2A by 2 എന്ന് പറയുമ്പോൾ sin A തന്നെ വരും അല്ലേ. sin A by sin A by 2 നമുക്ക് എത്ര വരണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു √2 വരണം. ഇത് എങ്ങനെയാണ് ഈ കണ്ടീഷൻ എപ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആകുന്നത്? വെൻ sin A ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്ക് സുഖമായിട്ട് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. വാട്ട് ഇസ് ഇറ്റ്? കാരണം എന്താ? sin A 90 ഡിഗ്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ sin 91 ആണ്.
ആൻഡ് സൈൻ a/2 ഇറ്റ് സൈൻ 45. അപ്പോൾ എന്ത് വരും നമുക്ക് 1/1/√2 വരും. അപ്പോൾ √2 മുകളിൽ വരുമ്പോഴാണ് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 വരുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് സുഖമായിട്ട് കണ്ടുപിടിക്കാം? വി ഗോട്ട് അവർ ആംഗിൾ A is equal to 90 degree. So the answer is 90 degree. So the correct option is E. The answer is E. അടുത്തൊരു ദിവസം കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തെത്തുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. നന്നായി പഠിച്ച് നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ടൈമിംഗ് ഞാൻ വീണ്ടും പറയുന്നു, ടൈമിംഗ് വളരെയധികം ശ്രദ്ധിക്കണം. ടൈം ബൗണ്ട് ആയിട്ട് പ്രോബ്ലംസ് ചെയ്ത് കഴിക്കാൻ ട്രൈ ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. താങ്ക് യു ആൾ.